ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള പല വീഡിയോകളും ലഭ്യമല്ല. അത് അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പോലീസിന്റെ കണ്ണെത്തുന്നില്ല എന്നേ ഉള്ളൂ. കൃത്യമായി നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്, കൃത്യമായി ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് പല രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിലും. അതിനപ്പുറത്തൊരു മന്ത്രി രാജിവെക്കേണ്ടി വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ പോലും പിന്നീട് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോയ നമ്മുടെ പോലീസാണ്. അവർക്ക് ഒരാൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഇൻസ്റ്റഗ്രാം വീഡിയോ വീണ്ടും ഇനി എടുത്ത് അതിന്റെ പേരിൽ ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? ഇതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണല്ലോ. കാരണം സർക്കാർ ആത്മാർത്ഥമായാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതിന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദാഹരണവും ഇല്ല. പിന്നെ നേരത്തെ അബ്ദുറബ്ബ് മന്ത്രിയായ കാലത്ത് നടന്ന വിഷയങ്ങളെ പറ്റി സൂചിപ്പിച്ചു. പക്ഷേ ഞാനതിൽ ഈ മാധുവിൻ്റെ ഈ ഫ്ലെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ വെല്ലുവിളിക്കുകയാണ്. ആ കാലത്ത് ഏത് എക്സാമിനേഷൻ്റെ പേപ്പറാണ്, ചോദ്യപേപ്പറാണ് ചോർന്നത്? അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ പറ. പക്ഷേ നമ്മൾ അന്ന് ചർച്ച ചെയ്ത ഒരു കാര്യം, ഈ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ചന്ദ്രക്കലയുണ്ട് എന്ന ചർച്ചയായിരുന്നു ചാനലുകളിൽ വലിയ വാർത്തയായത്. എന്ന് പറഞ്ഞാൽ 5 സെറ്റുകൾ, ഇന്ന് 3ഉം 2ഉം സെറ്റുകളാണെന്ന് പറഞ്ഞത്, 2 സെറ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ. 5 സെറ്റുകളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. 5ൽ ആ 5ഉം തമ്മിലുള്ള വ്യത്യസ്തതകൾ അത് പലതരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. വിളക്കായും നക്ഷത്രക്കലയായും ഒക്കെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്ന രൂപത്തിൽ വലിയ ചർച്ച. അതിൽ ചന്ദ്രക്കല അബ്ദുറബ്ബ് മനഃപൂർവ്വം ചോദ്യപേപ്പറിലേക്ക് കൊണ്ടുവന്നു എന്ന് പോലുള്ള വാർത്തകളെ അന്ന് ഉണ്ടായിട്ടുള്ളൂ. അത് തെറ്റിദ്ധാരണ വരുത്തരുത്. ആ കാലത്ത് തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ അക്കാഡമിക്കിൽ, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മാറ്റം വന്ന സാഹചര്യം. അതാണ് ഇന്നും ചർച്ചകളല്ലാതെ നമ്മുടെ ഒരു സിസ്റ്റത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പാഠപുസ്തകം കാലോചിതമായി മാറ്റം വന്നിട്ടില്ല. ചർച്ചകൾ മാത്രം ബാക്കിയാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ ഗ്യാങ്, സോൾവർ ഗ്യാങ് എന്നൊരു ഗ്യാങ് ആണ് ഇന്ത്യയിലെ മുഴുവൻ നീറ്റ് എക്സാമുകളെയും അട്ടിമറിക്കാൻ വേണ്ടി പിറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒക്കെ നടന്നിരുന്നു. അന്ന് CBI ഈ അന്വേഷണത്തിൻ്റെ പിറകെ പോകുമ്പോൾ പ്രധാനമായി കണ്ടെത്തിയ, നമുക്കറിയുന്നത് പോലെ, അവരുടെ ഇത്തരം ഡാറ്റകളെല്ലാം കൈമാറിയതിൻ്റെ വിവിധങ്ങളായ സോഷ്യൽ ആക്റ്റീവായ ആപ്പുകൾ അതെല്ലാം പരിശോധിച്ച് അതിൽ നിന്നും ഡാറ്റ എടുക്കാൻ ശ്രമം നടന്നു. തിരുവനന്തപുരത്തെ PSCയുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ സെക്കൻഡിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു ആപ്ലിക്കേഷൻ വഴി അയച്ചു കൊടുത്താണ് എന്നതായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അതും കണ്ടെത്തി അന്വേഷണത്തിൻ്റെ ഭാഗമായി സമയമെടുത്ത് ആണ് അത് കണ്ടെത്തിയത്. ഞങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമമെങ്കിൽ കൃത്യമായി ഇതിൻ്റെ പിറകിലാരെന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, നമുക്ക് ഇതുപോലെ പ്രിൻറ്റിങ് ഏരിയയിൽ മാത്രമല്ല പ്രശ്നമുള്ളത്. DTP എടുക്കുന്ന സ്ഥലത്ത് അത് ആരാണ് എടുക്കുന്നത്? അത് വിദ്യാഭ്യാസ ഈ സംവിധാനം നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിലുള്ളത്? ആ ഓഫീസിൽ ആരൊക്കെയാണ് ഇത് അറിയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിരന്തരമായി നടക്കുകയും ഇവർക്ക് തമ്മിൽ കച്ചവട ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള കാരണം ഞാൻ പറയാം. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ സർക്കാർ നടത്തുന്ന പല പദ്ധതികൾക്കും പിറകിൽ സ്പോൺസറായി നമ്മുടെ നാട്ടിലെ സ്വകാര്യ ഏജൻസികൾ വരാറുണ്ട്. നിങ്ങൾ കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കുന്ന, ട്യൂഷൻ സംവിധാനം നിയന്ത്രിക്കുന്ന സൈലം, അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇതിൽ പലരും സൂചിപ്പിച്ച ഈ പറയുന്ന MS സൊല്യൂഷൻസ്, ഇതുപോലുള്ള ചെറുകിടക്കാർ മാത്രമല്ല, വൻകിടക്കാരായ ആളുകൾ പോലും ഇത്തരം പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നു. ഇവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ടാവുന്നു. ആ നെക്സസ് മെല്ലെ മെല്ലെ വളർന്ന് ഇവർക്കിടയിൽ ഒരു കച്ചവട ബന്ധം ഉണ്ടാവുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ പിറകിൽ. എല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം, അതുവഴി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സോഴ്സുകൾ അവർക്കുണ്ടാവുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി കൃത്യമായി അഴിമതി നടത്താനും വിൽക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും. തന്നെയാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പറയുന്നത്, ഇത് പഴയ ഒരു സിസ്റ്റം തകർത്ത് പൂർണ്ണമായി ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു മന്ത്രിയായി ഈ മന്ത്രി മാറി. ഇയാൾ ഇതൊന്നും അറിയുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു. കൃത്യമായി ഒന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ പറയാനോ കഴിയുന്നില്ല. ഈ വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്നു. എക്സാമിനേഷനിൽ വിശ്വാസ്യതയില്ല. നമ്മുടെ സിസ്റ്റത്തെ ആളുകൾ, പൊതുവിദ്യാഭ്യാസത്തെ ആളുകൾ തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്ക് ഇത് വരാൻ പോകുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ രൂപത്തിലല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ വിശ്വാസ്യത നേടിയെടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായല്ലോ അത് പറഞ്ഞല്ലോ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്നു. ആ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ. ഞങ്ങളിവിടെ ഈ ഫ്ലെയറിൽ ഇരിക്കുന്നത് ഞങ്ങൾ തെരുവിൽ തന്നെ സമരം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടല്ലേ മാധു ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ ഇതിൽ പോരാട്ട മുഖത്തുണ്ട്. അത് അദ്ദേഹം ഫേസ് ചെയ്യണ്ടേ? ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപകർ, അതിനപ്പുറത്ത് രക്ഷിതാക്കൾ, അവരൊക്കെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ, നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ, കുട്ടികൾ പറഞ്ഞ് മാഷേ ഞങ്ങൾക്ക് ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മതി, അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഇത് തകർന്ന് തരിപ്പണായില്ലേ? ഇത് ആർക്കു വേണ്ടിയാണ് തകർക്കുന്നത്?
ഇവിടെ ചില വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വിറ്റ് തൊലച്ചതൊക്കെ കണ്ടു. അതും കഴിഞ്ഞിപ്പോൾ ഈ താഴെക്കിടയിലേക്ക് LP UP ഹൈസ്കൂൾ +2 ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വിറ്റ് തൊലച്ചു, ഇത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റി എഴുതാതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. അതിന് ന്യായീകരിക്കാൻ നന്നായി ഭരിച്ചൊരു കാലത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പല്ലിളിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ വസ്തുതാപരമായി ഈ ഫ്ലോറിലിരുന്ന് വെല്ലുവിളിക്കുന്നു. ആ കാലവും ഈ കാലവും തമ്മിൽ ചേർത്ത് വെച്ചൊരു ഡിബേറ്റിനുണ്ടോ ഞങ്ങൾക്ക് പറയാം.